ശമ്പളവും മറ്റ് സൗകര്യങ്ങളുമില്ലാതെ ദുബായ് തുറമുഖത്ത് ഒരു കപ്പലിൽ കുടുങ്ങിയ ഇന്ത്യൻ തൊഴിലാളികളെ ദുബായിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടലിലൂടെ മോചിപ്പിച്ചു. തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നതായി അമൃത ടിവിയുടെ ദുബായ് ബ്യൂറോയിൽ ലഭിച്ച വിവരങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റിനെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ സുരക്ഷിതമായി പുറത്തെത്തിക്കുവാനും നാട്ടിലേക്ക് അയക്കുവാനുമുള്ള നടപടികൾ തുടങ്ങിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് ദുബായ് റാഷിദ് പോർട്ടിൽ ഒരു കപ്പലിൽ ഇന്ത്യക്കാരായ തൊഴിലാളികൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വിവരം അമൃത ടിവിക്ക് ലഭിക്കുന്നത്. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ സിയേറ ലിയോണിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള റൂബി എന്ന പേരിലുള്ള കപ്പലിന്റെ വിശദാംശങ്ങളും അതിൽ കുടുങ്ങിയിട്ടുള്ള തൊഴിലാളികളുടെ വിവരങ്ങളും അവർ കൈമാറിയ ശബ്ദ സന്ദേശങ്ങളും അമൃത ടിവി ദുബായ് ബ്യൂറോ ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ സതീഷ് കുമാർ ശിവനെ അറിയിച്ചു. അതിനെ തുടർന്ന് തൊഴിലാളികളെ രക്ഷപ്പെടുത്താനായി നടത്തിയ ശ്രമങ്ങൾ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിലെ കോൺസുലർ ലേബർ വിഭാഗം കോൺസുൽ താഡു മാമു അമൃത ടിവിയോട് വിശദീകരിച്ചു. We were approached by 7 seamen aboard the vessel Ruby 2 and they approached us complaining that they have not received their salary since March of this year and that they want to go back and they sought consulate's assistance in going back to India. So on receiving the complaint, we approached the employer. The employer agreed to settle all their dues and assist in their exit formalities. തൊഴിൽ ചൂഷണങ്ങളും ശമ്പളം തടഞ്ഞുവെക്കലും ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ എല്ലായ്പ്പോഴും വാർത്തകളായി നമുക്ക് മുൻപിൽ എത്താറുണ്ട്. ഈ വിഷയവും അത്തരത്തിൽ വാർത്തയായി അവതരിപ്പിക്കുന്നതിന് മുൻപ് ഞങ്ങൾ ശ്രമിച്ചത് കുടുങ്ങിക്കിടക്കുന്ന നമ്മുടെ സഹോദരങ്ങളെ കരയിലെത്തിക്കാനും അവരെ നാട്ടിലേക്ക് അയക്കാനും സാധിക്കുമോ എന്നാണ്. ആ ശ്രമം ഫലം കണ്ടതിന്റെ ചാരിതാർത്ഥ്യമുണ്ട്. So whenever we get such, we are approached by some people, we immediately proceed on assisting the person. And many a times, like in this case, if the employer agrees or the person who agrees to settle the case, and it's always a very early solving of the case. ഇന്ത്യൻ പ്രവാസികൾ വിദേശ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽപ്പെട്ടാൽ കൃത്യമായ സമയത്ത് കൃത്യമായ വിവരങ്ങൾ കോൺസുലേറ്റിൽ അല്ലെങ്കിൽ അതത് നയതന്ത്ര കാര്യാലയങ്ങളിൽ എത്തിക്കാനായാൽ വളരെ ഫലപ്രദമായ ഇടപെടൽ വിദേശ രാജ്യങ്ങളിലുള്ള ഇന്ത്യൻ കോൺസുലേറ്റിനും ഇന്ത്യൻ എംബസി പോലുള്ള നയതന്ത്ര കാര്യാലയങ്ങൾക്കും സാധിക്കുമെന്നാണ് ഇത് തെളിയിക്കുന്നത്. ദുബായിൽ നിന്നും ജെറിൻ ജേക്കബിനൊപ്പം ശ്രീരാജ് കൈമൾ, അമൃത ന്യൂസ്.